ഹലോ. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഹൈഡ്രാ ഫേഷ്യലിനെ കുറിച്ചിട്ട്. എത്ര നിറം കുറഞ്ഞവർക്കും നല്ല കളർ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈറൽ ഫേഷ്യലാണ് ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര നിറം കുറഞ്ഞവരാണെങ്കിലും നമ്മുടെ മുഖത്ത് നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് അത്. അതൊരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീട്ടിൽ എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. ഇത് നിങ്ങൾ ഒറ്റ ദിവസം ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്ത് നോക്കിയാൽ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരൊറ്റ യൂസ് തന്നെ മുഖം നല്ല നിറവും തിളക്കവും കൂടി കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫേഷ്യലാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് വേണ്ടത്. പാല് ഒരു ടേബിൾ സ്പൂണോളം പാലെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. ചെറുനാരങ്ങ നീരെടുക്കാൻ ചോദിക്കാറുണ്ട്. ചെറുനാരങ്ങ നീരെടുക്കാൻ പറ്റില്ല, ഓറഞ്ചിൻ്റെ നീര് തന്നെ എടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം ഓറഞ്ചിൻ്റെ നീരും കൂടി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണോളം തേനും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്തെടുക്കുന്നത്. ക്ലെൻസ് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുഖത്തുള്ള എല്ലാ അഴുക്കുകളും പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ മുഖം ഒന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തേക്ക് 2 മിനിറ്റ് ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് 2 മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായി മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് കഴുകി കളയണമെന്നില്ല. ജസ്റ്റ് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതി. പിന്നെ അപ്പോൾ തന്നെ നമ്മളെ മുഖത്തിൽ അഴുക്കെല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഈ ബാക്കി വരുന്നത് നമ്മൾ എടുത്ത് വെക്കുക കേട്ടോ, കളയരുത്, എടുത്ത് വെക്കുക. ഞാനിതാ പിന്നെ മസാജ് ചെയ്തത് തുടച്ച് കളയാന്ന്. ആ ഒരു സമയത്ത് തന്നെ മുഖം ഒന്ന് ക്ലിയർ ആവും കേട്ടോ. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഞാനിപ്പോൾ 2 ടീസ്പൂണോളം ഓട്സ് ആണ് എടുക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് ഒരു പഴവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നേന്ത്രപ്പഴം എടുക്കുക. നിങ്ങൾക്ക് നേന്ത്രപ്പഴം ഇതേപോലെ ഒന്ന് ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ചെറിയ തരിതരിപ്പ് ഉണ്ടായാലൊന്നും കുഴപ്പമില്ല, കാരണം നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ ആഡ് ചെയ്യാം. തേൻ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ക്ലെൻസ് ചെയ്തെടുത്ത ഫേസിലേക്ക് ഇത് വീണ്ടും 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് കൊടുക്കുക. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്പിൻ്റെ മുന്നേ നിങ്ങൾ മുഖം ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ഇത് ചെയ്യാനാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടി റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ താടിൻ്റെ ഭാഗത്തും മൂക്കിൻ്റെ ഭാഗത്തെല്ലാം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ലവണ്ണം ഒന്ന് മസാജ് കൊടുത്ത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കഴുകിക്കളയാം. നല്ലോണം സോപ്പിട്ടിട്ടൊന്നും കഴുകിക്കളയരുത് കേട്ടോ. ജസ്റ്റ് വെള്ളത്തിൽ ഇതൊന്ന് കഴുകിക്കളയുക. കഴുകിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ 2 സ്റ്റെപ്പ് കഴിയുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ലൊരു തിളക്കം നമ്മുടെ മുഖത്ത് വന്നിട്ടുണ്ടാകും കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മളെ സാൻഡൽവുഡ് പൗഡറാണ്. സാൻഡൽവുഡ് പൗഡർ 1 ടീസ്പൂണോളം എടുക്കുക. അതിലേക്ക് അലോവേര ജെല്ലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുക. 1 ടീസ്പൂണോളം എടുക്കുക. കോഫി പൗഡർ ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബ്രൂ കോഫി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് ബാക്കി വന്ന അതുണ്ടല്ലോ, ആ ഓറഞ്ച് ജ്യൂസും തേനും പാലും കൂടിയിട്ടുള്ള മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന രൂപത്തിലേക്ക് എടുക്കുക. ഇനി ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആവാണ്ട് കുറച്ച് ടൈറ്റായിട്ടാണ് നിങ്ങൾക്ക് നിൽക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പാക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫേഷ്യൽ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ സാൻഡൽവുഡ് പൗഡർ എന്ന് പറയുന്നത് നിങ്ങളെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്, ഓൺലൈനിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു പാക്ക് വാങ്ങി വെക്കുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിക്കുക.
2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങൾ ഫേസിൽ വെക്കുക. ഇനി 25 മിനിറ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് വരെ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാകുക. നിങ്ങളുടെ അടുത്ത് ഇതിൽ സാൻഡൽവുഡ് പൗഡർ മാത്രമായിരിക്കും അവൈലബിൾ അല്ലാത്തൊരു ഐറ്റം ഉണ്ടാകുക. അപ്പോൾ അത് നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിയിട്ട് ഇത് ചെയ്ത് നോക്കുക എന്നാണെങ്കിൽ വലിയ വില കൊടുത്തിട്ട് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയൊരു റിസൾട്ട് എന്ന് പറയുന്നത് സ്കിന്ന് സോഫ്റ്റ് ആവും, പെട്ടെന്നൊരു ഗ്ലോ വരും, നല്ലൊരു വൈറ്റനിങ് നമ്മളെ മുഖത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കണം കേട്ടോ. അലോവേര ജെല്ല് പോലെയുള്ള എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ തേക്കുക. ഒറ്റ യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണിത്. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളത് അറിയിക്കുക. അപ്പോൾ ഞാനിത് തുടച്ചെടുത്തതിന് ശേഷം എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. നമ്മുടെ കയ്യിലുള്ളതിനേക്കാളും അടിപൊളി റിസൾട്ട് നമ്മുടെ ഫേസിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. നമ്മുടെ സ്കിന്നിൽ ആ ഒരു പരുപരപ്പെല്ലാം മാറിയിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും നിറം വരാനും തിളക്കം വരാനും സഹായിക്കും. അപ്പം ഇത് എല്ലാവർക്കും വലിയ പൈസ കൊടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.